വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്ന, അത് സമൂഹത്തിൽ വ്യക്തമായി പരിവർത്തനം സൃഷ്ടിക്കുക വിധത്തിൽ വാളുകൾ പറയുന്ന, സമൂഹത്തെ ഉത്ബുദ്ധതയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന, സമൂഹത്തെ നിതാന്ത ജാഗ്രതയോടുകൂടി അവരെ ആത്മീയമാകുന്ന തർബീയത്തിൽ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാകുന്ന നല്ല ആത്മീയ പരിവേഷം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ സജ്ജരാകണം. അതിനെന്ത് വേണം? കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവന് നല്ല പേരിട്ട് കൊടുക്കണം. അതൊരു വിഷയമാണ്. അതാണ് വിഷയം. മുഹമ്മദ് എന്ന നാമത്തിന് വലിയ പ്രത്യേകതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒരു ഹദീസ് പറയാം, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. 3 മക്കളുള്ളതാകുന്ന മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട് എങ്കിൽ അവരൊന്ന് കൈ ഉയർത്തിക്ക്. 3 മക്കളുള്ളതാകുന്ന മാതാപിതാക്കൾ ഉണ്ട്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. അള്ളാഹു സാലിഹായ സന്താനങ്ങൾ നൽകട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ റുസിഖ ലഹു സലാസതും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഹുവ മിനൽ ജാഹിലീൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലും 3 മക്കളുണ്ടായിട്ട് അതിലൊരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ അവൻ വിവരമില്ലാത്തവനായി പോയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്ത് വിവരം? മുഹമ്മദ് എന്ന പേരിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ആ പേരിന്റെ വർണ്ണവലിപ്പം അവൻ മനസ്സിലാക്കിയിട്ടില്ല. മൻ റുസിഖ ലഹു സലാസതും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഹുവ മിനൽ ജാഹിലീൻ. ഹബീബായ നബി തങ്ങളുടെ വചനമാണ്. പഠിച്ചു വെക്കണേ. ഭീമാപ്പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്. 3 മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിത്യമായും നിങ്ങളുടെ ബാധ്യതയാ. അതിലൊരു മകന് നിങ്ങൾ മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് അതിന് വലിയ മഹത്താണ്. എന്താ മഹത്വം? ഒരു മഹത്വം പറഞ്ഞുതരാം, കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യദ്ഖുലുൽ ഫഖറു ഫീ ബൈതിൻ വഫീഹി ഇസ്മി. എന്റെ നാമം ഒരു വീട്ടിലുണ്ട് എങ്കിൽ, അഥവാ എന്റെ പേരുള്ളതാകുന്ന ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കടക്കൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മുഹമ്മദ് എന്ന പേര് വെച്ചിട്ട് ഏതെങ്കിലും ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ അധിവസിക്കുന്നതാകുന്ന 23,000-ഓളം വരുന്നതാകുന്ന വിശ്വാസികളോട് കുമ്മന മുസാദ് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ളതാകുന്ന ഒരു കുട്ടിയുണ്ടായിരിക്കെ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടോ? ഉണ്ടോ? മുഹമ്മദ് എന്ന പേര് മാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ നാമമാണ്. ഇതെന്റെ ഹബീബിന്റെ നാമമാണ്. ഇതെന്റെ പ്രവാചകന്റെ നാമമാണ്. ആ ഒരൊറ്റ ഇഷ്ക് വെച്ചുകൊണ്ട് ആരെങ്കിലും നാമം വെച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈലത്തുൻ ഉസ്രിയ ബി ഇല സമാ. ആകാശ ലോകത്തേക്ക് റജബ് 27-ാം രാവിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് അലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് ഞാൻ പോകുമ്പോ ഞാൻ ആകാശ സീമകളിൽ കാണുകയാണ് മാ റഅയ്തു ഫിസ്സമാ മാ റഅയ്തു ഫിസ്സമാഇ ഇല്ലാ വജദ്തു ഫീഹാ ഇസ്മീ.
ആകാശസീമകളിൽ മുഴുവനും 7 ആകാശങ്ങൾ നിറയെ എൻ്റെ നാമം എഴുതപ്പെട്ടതായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ, ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, ഞാൻ വീണ്ടും ചെല്ലുകയാണ് അല്ലാഹുവിൻ്റെ അർശിലേക്ക് കടന്നു ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ അർശിൽ ഞാൻ കാണുകയാണ് ഒരു പച്ച നിറത്തിലുള്ളതാകുന്ന വാളിൽ മേൽ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, അർശിൽ ഒരു പച്ചവാളിന്മേൽ അതാ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സഹബ. റഅയ്തു ബിഐനയ്യ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്. എവിടെ അർശിൽ. മാഷാ അല്ലാഹ്. മനസ്സിലാക്കണം, ഇത് ഈ നാമങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ ഉമ്മത്ത് മനസ്സിലാക്കണം, നല്ലതുപോലെ തിരിച്ചറിയണം. ഈ പേരുള്ളവരുണ്ടോ? അബൂബക്കർ, ഉമർ ഉണ്ടോ? കൈയുയർത്തിക്ക് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. ഉള്ളവരൊക്കെ ഇപ്പൊ കബറിലെ അവസ്ഥ വിളിച്ചോണ്ട് വരും. പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, ഇന്നതൊന്നും ഇടൂല. ഇന്നിപ്പോ ഇതൊക്കെ പേര് മുഹമ്മദ് എന്ന് മാത്രം ഇടുമ്പോഴത്തേക്കും പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരുമ്പോഴാ നീ വല്ല കഞ്ചാവിന്റെ അടിമയാണ്, നീ അവിടെ കേസില്ല എവിടെ കേസിന് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് പിന്നെ ആ പേര് ഹൈവാന് വേണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്ക് അങ്ങനെ പേടിയാണ്. എമിഗ്രേഷൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഈ പേര് കാണുമ്പോഴത്തേക്കും പിടിച്ച് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നിർത്തിക്കളയും. നമുക്ക് അതൊക്കെയാണ് പേടി. പക്ഷെ ഈ പേരിന്റെ മഹത്വം ഈ ഉമ്മത്ത് നല്ലതുപോലെ മനസ്സിലാക്കണം. അപ്പോഴല്ലേ ആ പേരിൻ്റെതാകുന്ന അഖിലിനാരനോട് വ്യക്തിത്വത്തെ ശരിക്ക് തിരിച്ചറിയുക, നല്ലതുപോലെ തിരിച്ചറിയണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഉലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദാ ഹുബ്ബൻ ലീ വതബറുകൻ ബിഇസ്മി കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന. അബൂ മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദരവായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ഉലിദ ലഹു മൗലൂദുൻ, ആർക്കെങ്കിലും ഒരു കുട്ടി ജനിക്കുകയും ഫസമ്മാഹു മുഹമ്മദാ, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണവും ചെയ്താൽ തബറുകം ബിസ്മി വഹുബ്ബൻ ലീ, എന്നോടുള്ള ഇഷ്ടവും അനുരാഗവും എന്നോടുള്ളതാകുന്ന മഹബ്ബത്തും വെച്ചുകൊണ്ടാണ് അവൻ ആ കുട്ടിക്ക് നാമം ചെയ്തത് എങ്കിൽ എന്റെ നാമം കൊണ്ട് ബറക്കത്തെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുട്ടിക്ക് അവൻ പേര് വെച്ചത് എങ്കിൽ കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന, അവനും ആ കുട്ടിയും സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പേര് വെച്ച വാപ്പയും സ്വർഗത്തിൽ, പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ. വാപ്പക്ക് സ്വർഗത്തിൽ പോണോ? ഉമ്മ നിനക്കും പോണോ സ്വർഗത്തിൽ? ആ കുട്ടിക്ക് എന്ത് പേര് വെച്ചോ? മുഹമ്മദ് എന്ന പേര് മാത്രം വെച്ചോ. അതാണ് കാര്യം. സാധാ മുഹമ്മദ് കൂട്ടി വെക്കാവോന്ന്, അപ്പൊ ആ കൂട്ടലുണ്ടാവും. മുഹമ്മദ് എന്ന പേര് മാത്രം, അതാണ് ഇപ്പൊ ഇവിടെ ചർച്ച. വേറെ പേരൊന്നും ഇടാൻ പാടില്ല എന്ന്, അതിനൊന്നും വിഷയമൊന്നുമില്ല.
നല്ല പേരിടുക, മറ്റു പേരൊന്നും വേണ്ടെന്നല്ല. പക്ഷെ ഈ നാമത്തിനൊരു പ്രസക്തിയുണ്ട്, അത് മനസ്സിലാക്കണം. ആ നാമം മാത്രം ഇട്ടാൽ അതിന് വലിയ മഹത്വം. മുഹമ്മദ് എന്ന പേര് മാത്രമുള്ളവരുണ്ടോ മജ്‌ലിസിൽ? ഉണ്ടോ? ആ ഉണ്ട്, മാഷാ അല്ലാഹ്. വേറെ ആരെങ്കിലും ഉണ്ടോ? 2 3 കഴിഞ്ഞ്. ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ 4 ഉണ്ടാ. ഇനിയുണ്ട്, ഉണ്ടാവും. പക്ഷെ കൈ ഉയർത്താൻ പേടിച്ചിട്ടാണ്. നിങ്ങളുടെ ഇത് പൈസ ചോദിക്കുമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് റാഹത്തുണ്ടെന്ന് പറയാനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതം കൂടി നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളെക്കാൾ വലിയ ഉന്നതിയിലേക്ക് വേറെ ആരുമല്ല. പേര് വെച്ചിട്ട് കഞ്ചാവാ അതുകൊണ്ട് കാര്യമില്ല. ഹലാസ് അല്ലെ പിടിച്ച് ഒറ്റ ഏറിടും. അങ്ങനെ ആകാൻ പാടില്ല. പേര് വെക്കുന്നതിനോടൊപ്പം ജീവിതം കൂടി നന്നാവണം. പക്ഷെ പേര് വെക്കല് നന്നാവാൻ ഒരു സബബാണ്. അതാണ് ഈ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു സ്ഥാനമുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ടോ? ഉണ്ട്. ഹദീസല്ലേ, വെറുതെ പറയല്ല. കേട്ടോ, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ സമ്മൈതും മുഹമ്മദാ ഫലാ തദ്രിബൂ. മുഹമ്മദ് എന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ പേര് വച്ചാൽ അവനെ നിങ്ങൾ അടിക്കരുതേ, അടിക്കരുതേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? നബിയുടെ പേരാണവൻ, അതുകൊണ്ട് ആ ബഹുമാനം. അപ്പൊ കുട്ടി മര്യാദകേട് കാണിച്ചാലോ? മര്യാദകേട് കാണിച്ചാൽ അടിക്കാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാവിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. കുട്ടി അദബ് കേട് കാണിച്ചു, മര്യാദകേടാണ്. പാപ്പ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല, ഉമ്മ പറഞ്ഞാലും അനുസരിക്കുന്നില്ല. കാരണം അവര് മുഹമ്മദ് എന്ന പേരായതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം കൊടുത്തു. അപ്പോൾ അവൻ തലേ കയറാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സ്വഭാവമാണെങ്കിൽ അടിക്കാം, മര്യാദ വരുത്താൻ വേണ്ടി അടിക്കാം. അല്ലാതെ ചില വാപ്പമാരുടെ ഒരു ശൈലിയുണ്ട്, എപ്പോഴും കാണുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് തലക്കൊരു ഒറ്റ അടി കൊടുക്കുക, അപ്പയ്ക്ക് വേണ്ട. അങ്ങനെ ആകാൻ പാടില്ല. അമ്മ കാണുമ്പോൾ ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എറിയുക, എപ്പോഴും തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുക. കാണുമ്പോഴൊക്കെ ഒരു രസം. മോനല്ലേ, വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഇതാകാൻ പാടില്ല. കുട്ടികളോട് ഒരു മോശമായ വർത്തമാനം പോലും പറയാൻ പാടില്ല. മുഹമ്മദ് എന്ന ഒരു കുട്ടി വന്നാൽ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുഹമ്മദ് എന്ന നാമമുള്ള ഒരു കുട്ടി ഒരു മജ്‌ലിസിലേക്ക് കടന്നു വന്നാൽ ഫിൽ മജ്‌ലിസ്, ആ സദസ്സ് ഒന്ന് വിശാലത ചെയ്യണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബജ്ജിലൂഹു വഅക്രിമൂ വഅള്ളിമൂ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന മാത്രം പേര് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ ആദരിക്കണേ, ബഹുമാനിക്കണേ, അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണേ. മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേര് വെച്ചാൽ ആ പേര് വെക്കപ്പെട്ട കുട്ടിയെ ആരായി പറയുന്നത്? നമ്മുടെ സാദാ സീത മക്കളെ കുറിച്ചായി പറയുന്നത്. അവരെ നിങ്ങൾ ബഹുമാനിക്കണോ? അപ്പൊ മുത്തുനബിക്കുള്ള ബഹുമാനം എത്രയാണ്? ആ കുട്ടിയെ ബഹുമാനിക്കണം. എന്തിന്റെ പേരിൽ? മുഹമ്മദ് എന്ന പേര് വെച്ചതിന്റെ പേരിൽ. വലാ തുദില്ലൂഹു വലാ തഖഹറൂഹു വലാ തറുദ്ദൂ ലഹു ഖൗലൻ തഅളീമാ വലാ തഖബഹൂ ലഹു വജ്ഹാ. അവനെ നിന്ദിക്കാൻ പാടില്ല, അവനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, അവനെ സമൂഹത്തിൻ്റെ ഇടയിൽ നിസ്സാരനാക്കി കുറച്ച് കാണിക്കാൻ പാടില്ല. അവനൊരു വാക്ക് പറഞ്ഞാൽ അതിനെ വില വെക്കണേ, അതിനെ മറുത്തൊരു വാക്കും നിങ്ങൾ പറയാൻ പാടില്ല. തീർന്നില്ല. വലാ തഖബഹൂ ലഹു വജ്ഹാ. അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരനാവശ്യവും പറയരുതേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന പേരിനോടുള്ള മഹബ്ബത്താണ്. ആ പേരിന് കൊടുക്കേണ്ടതാകുന്ന സ്ഥാനങ്ങളാണ്. കാരണം എന്താ? ഈ പേര് വെച്ച കുട്ടി വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല.
ഈ പേര് വെക്കപ്പെട്ടതാകുന്ന വ്യക്തി വാപ്പ സ്വർഗത്തിൽ, പേര് വെച്ചതാകുന്ന ഉമ്മ സ്വർഗത്തിൽ, പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ. കാന ഹുവ വ മൗലൂദുഹു ഫിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. അതാണ് കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കും. മുഹമ്മദ് എന്ന കുട്ടികൾ അടുത്തൊരു വാതിൽ വരുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവരും കൈവെക്കണം. മുഹമ്മദ്, മൊത്തത്തിൽ മുഹമ്മദ്. ആ കളിയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ വെക്കട്ടെ. ഒരു ബറക്കത്താണ്. അല്ലാഹു അങ്ങനെ വരുത്തട്ടെ. അപ്പൊ ആ നാട്ടിലൊരു ഐശ്വര്യം ഉണ്ടാകും. നിങ്ങൾ മലബാർ ദേശത്തേക്ക് പോകും, അമ്പിയാക്കളുടെ പേരിൽ എത്ര ആളുകളുണ്ട്? നമ്മുടെ സദസ്സിലുണ്ടാവും, ഇല്ലാന്നല്ല. അമ്പിയാക്കളുടെ പേര് വളരെ ശ്രേഷ്ഠമായ പേരുകളാണ്. ഇബ്രാഹിം, യൂസുഫ്, യാക്കൂബ്, മൂസ, ഈസ, ഈ നാമങ്ങളൊക്കെ വേണ്ടേ? വളരെ മഹത്തരമുള്ള പേരാണ്. മുൻഗാമികളാകുന്ന നമ്മുടെ പൂർവ്വസൂരികൾക്ക് ആ നാമങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. നമ്മുടെ വാപ്പയുടെ പേരും പൂർവ്വസൂരികളുടെയൊക്കെ നാമങ്ങൾ പരിശോധിച്ചാൽ ഈ നാമങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മുടെ തലമുറകൾ വാപ്പാടെ തുടക്കത്തിൽ ഒരു അക്ഷരം, ഉമ്മാടെ അവസാനത്തെ 2 അക്ഷരം കൂട്ടിയിട്ടു. അതാണ് അവസ്ഥ. വാപ്പാടെ പേര് മൂസ, ഉമ്മാടെ പേര് സറീന, കൂട്ടി വായിച്ചപ്പോ സമൂസ. അതാണ് അവസ്ഥ. അങ്ങനെ ഇട്ടാൽ മതി. എങ്ങനെയെങ്കിലും ഇടുക. 2 അക്ഷരം അവിടുന്ന് എടുക്കുക, ഇവിടുന്ന് എടുക്കുക. അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയാണ്. ഇന്റർനെറ്റിൽ നോക്കുകയാണ്. എന്നിട്ട് ഇന്റർനെറ്റ് മഹാനുഭാവനോട് ചോദിക്കുകയാണ്, 10 ചോദിക്കുക, ഇതിന്റെ അർത്ഥം എന്താണ്? ഗൂഗിള് പറഞ്ഞവർക്ക് ഉത്തമൻ. അതാണ് അതിന്റെ അർത്ഥം. ആയിക്കോട്ടെ. ഉസ്താദന്മാരോട് ചോദിച്ചൂടെ? ഉലമാക്കളോട് ചോദിക്കുന്നുണ്ടോ? ആലിമികളോട് ചോദിക്കുന്നുണ്ടോ? നമ്മൾ നിസ്സാരവൽക്കരിക്കുകയാണ്. ഇതൊരു കുട്ടിയുടെ പ്രശ്നമല്ല, ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. അവനെയും അവന്റെ തലമുറകളെയും ഉന്മൂലനം ചെയ്യുകയാണ്. ആത്മീയപരമായിട്ട് പിറകോട്ട് വലിക്കാൻ. പേരിൽ എന്തിരിക്കുന്നു? പേരിലാണ് എല്ലാം ഇരിക്കുന്നത്. മനസ്സിലാക്കണം. മുഹമ്മദ് എന്ന പേര് തന്നെ വലുതാണ്. എന്തുകൊണ്ട് മുത്തുനബിക്ക് ഖുർആനിൽ അഹ്മദ് എന്ന പേര് വെച്ചു? ഖുർആനിൽ മുഹമ്മദ് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? 4 സ്ഥലം. എത്രയാണ്? നിങ്ങളിത് പഠിക്കാൻ ഞാൻ പതുക്കെ പറഞ്ഞുകൊണ്ട് വന്നേ. നിങ്ങൾ എന്നെ കൂടെ വരണം. അതിനാണ്. എത്ര സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്? 4 സ്ഥലങ്ങളിൽ മുഹമ്മദ് എന്ന നാമം പറഞ്ഞിട്ടുണ്ട്. കുറവാണ് പറഞ്ഞത്. മൂസാ നബിയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. 4 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നുമില്ല. മുഹമ്മദ് എന്ന പേരിൽ തന്നെ ഒരു സൂക്തമുണ്ട്. മനസ്സിലാക്കണം. മുഹമ്മദ് എന്ന പേരിൽ ഒരു സൂക്തമുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂസ എന്ന പേരിൽ ഒരു സൂക്തമില്ല. അത് മനസ്സിലാക്കാം. സൂക്തത്തിന് നാമം കൊടുക്കുന്നതിൽ വലിയ പ്രത്യേകതയുണ്ട്. ഇബ്രാഹിം ഒരു സൂക്തത്തിന്റെ പേരാണ്. യൂസുഫ് ഒരു സൂറത്തിന്റെ പേരാണ്. ഖുർആനിലെ ഏറ്റവും നല്ല സുന്ദരമായ ചരിത്രം ഏതാണ്? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. അത് പഠിച്ചാൽ ലോകത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നേരിടാൻ അവൻ മനസ്സ് വെക്കും. അവൻ തയ്യാറാകും. സഹോദരങ്ങൾക്കിടയിലുള്ളതാകുന്ന ഭിന്നിപ്പുണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ജ്യേഷ്ഠാനുജന്മാർക്കിടയിലുള്ളതാകുന്ന പോരായ്മകൾ, അവർ തന്നോട് കാണിക്കുന്നതാകുന്ന അക്രമവാസനകൾ ഒക്കെ തിരിച്ചറിയാൻ സൂറത്ത് യൂസുഫ് നല്ലതുപോലെ പഠിച്ചവനെ തിരിക്കും. ഖുർആൻ നല്ലതുപോലെ പഠിക്കണം. നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഒരു സൂറത്തിന് പേര് വെച്ചു, സൂറത്ത് മുഹമ്മദ്. الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. ഇതാണ് സൂറത്തിന്റെ തുടക്കം. മുഹമ്മദ് ഒരു സൂറത്തിന്റെ പേരാണ്. മനസ്സിലാക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സൂറത്തുണ്ട്. ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്നവരും ഈ മജ്‌ലിസിലുണ്ടാകും. ഓതിയിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്, പക്ഷെ പഠനമില്ല. മനസ്സിലാക്കണം. നമ്മൾ അമ്പിയാക്കളുടെ പേര് നല്ലത് തന്നെയാണ്. എന്തുകൊണ്ട് നാളെ ഈ പേര് നന്നാക്കണമെന്ന് പറയാൻ കാരണമെന്ത്? മഹ്ശറിൽ ഈ പേര് കൂട്ടിയിട്ടായിരിക്കും വിളിക്കപ്പെടുക. സയ്യിദുനാ റസൂലുള്ളാഹി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നകും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഅഹ്സിനൂ
അസ്മാഅകും ഫഹസിനൂ അസ്മാഅകും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇന്നകും തുദഊന യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കപ്പെടുന്നത് ബി അസ്മാഇകും, നിങ്ങളുടെ നാമങ്ങൾ മുഖേനയാണ്. വ ബി അസ്മാഇ ആബാഇകും, നിങ്ങളുടേതാകുന്ന പിതാക്കന്മാരുടെ നാമം വെച്ചുകൊണ്ടായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അബ്ദുള്ളയുടെ മകനാകുന്ന മുഹമ്മദേ, മൂസയുടെ മകനാകുന്ന വ്യക്തിത്വമേ, ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് ചേർത്തുകൊണ്ടായിരിക്കും, വാപ്പയുടെ പേരിനോട് ചേർത്തിട്ടായിരിക്കും മക്കളെ വിളിക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്നകും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബായികും. നാളെ അല്ലാഹുവിന്റെ തിരുഹളറത്തിൽ കോടാനു ജനകോടികൾ വന്നുകൊണ്ട് നിലകൊള്ളുകയല്ലോ. ഇന്ന് ജീവിച്ചിരിക്കുന്നതാകുന്ന വ്യക്തികൾ മാത്രമല്ല, കഴിഞ്ഞു പോയതാകുന്ന ജനകോടികൾ മാത്രമല്ല, വരാനിരിക്കുന്ന ജനസഹസ്രങ്ങൾ മാത്രമല്ല, എല്ലാവരെയും അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണ്. പടച്ചറപ്പിൻ്റെതാകുന്ന ഹളറത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരെ ഓരോരുത്തരുടെയും അവരുടെ പിതാവിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കുമ്പോ നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കിയില്ല എങ്കിൽ അത് മോശമാണ്, മോശമാണ്. അതുകൊണ്ട് ഫഹസിനൂ അസ്മാഅകും, നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പേരിടുക. പെൺകുട്ടികൾക്കാണെങ്കിലും മഹിളകളുടെ പേരുകൾ അതൊക്കെ ഇന്ന് വളരെ തരം താഴ്ന്ന പേരുകളായിട്ട് നമ്മുടെ മനസ്സിൽ കാണുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മളതൊന്നും ഇടുന്നില്ല, അങ്ങനെ വരാൻ പാടില്ല. നല്ല പേരുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിൽ വലിയൊരു ആത്മീയത ഉണ്ടാകും, അവരുടെ ഒരു പൊരുത്തമുണ്ടാകും, അവരുടെ ഒരു മദതുണ്ടാകും, അവരുടെ ഒരു ഹിഫ്ളുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹി വഅബ്ദുറഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാ അബ്ദുള്ള എന്ന നാമമെന്നും അബ്ദുറഹ്മാൻ എന്ന നാമവുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. സാധേ ഞങ്ങൾക്ക് വേറെ പേരുകളാണുള്ളത്. മുഹമ്മദ് എന്ന് മാത്രമെന്നല്ല, വേറെ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഉണ്ടായിക്കോട്ടെ, നല്ല അർത്ഥമുണ്ടാവണം. അറബിയിൽ നല്ല അർത്ഥമായിരിക്കണം, നല്ല അർത്ഥമുള്ള പേരായി. കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ആലിമീങ്ങളോട് ചോദിക്കണം. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. കുട്ടി ജനിച്ചാൽ എപ്പോഴും പള്ളിയിലെ ഉസ്താദിനോട് വിവരം അറിയിക്കും, എന്നിട്ട് അവരോട് അതിന്റെ പേര് ചോദിക്കും. ഇന്ന് ഗർഭം ധരിക്കുമ്പോഴേ പേരിടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവസാനം പ്രസവിച്ചു കഴിയുമ്പോൾ എല്ലാം അല്ലോ ഈ പേര് അത് നാത്തൂനുള്ളതാണ്, അത് അവർക്കുള്ളതാ, ഇന്ന കൊച്ചിനുണ്ട്, അപ്പുറത്തുണ്ട്, അയൽവാസികളുണ്ട്, അത് വിമാപ്പള്ളിയിലെ മഹല്ലത്തിൽപ്പെട്ട ഒരു അംഗത്തിനുണ്ട്. എന്നാൽ പിന്നെ പുറത്തുള്ള ആർക്കെങ്കിലും ഉള്ള പേരിടാം. അങ്ങനെ ലോകത്ത് ആർക്കും ഇല്ലാത്ത പേര് തപ്പി ഗൂഗിളിനോട് ചോദിച്ചു വരുമ്പോഴത്തേക്കും അല്ലാ യാതൊരു മൈനയില്ലാത്ത അർത്ഥമില്ലാത്തതാണ്. അപ്പോൾ ഉസ്താദെ പേരിട്ട് പോയല്ലോ, ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടത്? പേര് മാറ്റാമല്ലോ, ഗസറ്റിൽ പരസ്യം ചെയ്തിട്ട് പേര് മാറ്റാം ഇപ്പൊ തന്നെ വേഗം തന്നെ, എത്ര പ്രായമുള്ളവർക്കാണെങ്കിലും. അതിനൊക്കെ നിയമങ്ങൾ വശങ്ങളുണ്ട്, അത് വലിയ പ്രശ്നമുള്ള കേസല്ല. നല്ല പേരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശപ്പെട്ട പേരുള്ള വ്യക്തിയെ പേര് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചരിത്രം പഠിക്കണം നമ്മൾ. നരകത്തിന്റെ പേരുമായിട്ട് കടന്നു വന്നതാകുന്ന ഒരു വ്യക്തിയെ പേര് മാറ്റിയിട്ട് അബ്ദുള്ള എന്ന് നാമകരണം ചെയ്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേരെന്താണെന്ന് ചോദിച്ചു. പേര് ഇന്നതാണ്, അത് മാറ്റിക്കോളാൻ പറഞ്ഞു. അടുത്ത പേര് നിർദ്ദേശിച്ചു. നബി കൊടുത്താൽ പിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കല്ലേ, അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് തുടക്കത്തിൽ നിന്നാണ്. ഞാൻ ഈ വിഷയമല്ല പറയാൻ ഉദ്ദേശിച്ചതും, എങ്കിലും പറയാൻ വന്നത് മറ്റൊരു വിഷയമാണ്. പറഞ്ഞു പോകാനുള്ള കാരണം മുഹമ്മദ് എന്ന ഒരു നാമത്തിൽ നിന്നാണ്. നിങ്ങൾ സ്വലാത്ത് എല്ലാം പഠിച്ചപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വിശദീകരിച്ചു പോയതാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്തുതിക്കപ്പെടേണ്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ സ്തുതിക്കപ്പെടണം. സ്തുതിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പേരിട്ടത് എന്ന് വല്യുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് പറയാൻ.
സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കണം. ഒരു കുട്ടിക്ക് തന്നെ പേര് വെച്ചാൽ അവനെ നിങ്ങൾ ബഹുമാനിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണേ എന്ന് പോലും പരിശുദ്ധ പ്രവാചകന് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ പ്രവാചകനെ, ലോകൈക ഗുരുവിനെ, ലോകത്ത് മുഴുവനും കാരുണ്യം വാരി വിതറിയ പരിശുദ്ധ പ്രവാചകരെ എന്തുകൊണ്ട് പുകഴ്ത്തിക്കൂടാ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആ പ്രവാചകരെ നല്ലതുപോലെ മദ്ഹ് ചെയ്യണം. യാ അക്റമൽ ഖൽഖി മാ ലിമൻ ആലൂദു ബിഹി സിവാക ഇദ ഹുലൂലിൽ ഹദീസിൽ അമീമി മൗലായ സ്വല്ലി വസല്ലിം دائما أبدا على حبيبك خير الخلق كلهم وليضيق رسول الله جاهك بإذا الكريم تجلى باسم تقيمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആ നാമത്തിനോടുള്ള മഹബ്ബത്ത്, ആ വ്യക്തിത്വത്തോടുള്ള മഹബ്ബത്തായി അല്ലാഹു ഇരട്ടിപ്പിക്കുമാറാവട്ടെ. ആ വ്യക്തിത്വത്തെ ഇഷ്ക് വെച്ചത് നമ്മളല്ല സഹോദരങ്ങളെ, ശരിക്കും അല്ലാഹുവാണ്. ആ വ്യക്തിത്വത്തെ നല്ലതുപോലെ പുകഴ്ത്തിയിട്ടുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അല്ലാഹുവാണ്. വറഫഅനാ ലക ദിക്റക, നബിയെ തങ്ങളുടെ സ്മരണയും പറച്ചിലും വല്ലാതെ നാം ഉയർത്തിയിരിക്കുന്നു. ലോകത്ത് ചില ആളുകൾ വാൾപോസ്റ്റ് എഴുതിയേക്കാം, ഫേസ്ബുക്കിൽ ഇട്ടേക്കാം, ട്വിറ്ററിൽ കുറിച്ചേക്കാം, അവന്റേതാകുന്ന സോഷ്യൽ മീഡിയ മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ താറടിക്കാൻ വേണ്ടി പരിശ്രമിച്ചേക്കാം. പക്ഷേ വറഫഅനാ ലക ദിക്റക, തങ്ങളെ പറയുന്നത് ഉയർത്തിയിരിക്കുന്നത് നാമാണ്. ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ എന്ന് വേണ്ട, ലോകത്തിന്റെ എല്ലാ കോണുകളിലും എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ, അവിടുത്തേതാകുന്ന പാടിപ്പുകഴ്ത്തുകൾ ഗദ്യപദ്യ സമ്മിശ്രമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നിലക്കാത്ത പ്രവാഹമായി, ഇന്നും മുത്തഅല്ലിമീങ്ങളുടെ ചുണ്ടുകളിലൂടെ. നമ്മുടെ ഈ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറിയ മക്കൾ വന്നിരുന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകന്റെ മദ്ഹ് കീർത്തനങ്ങൾ ചൊല്ലി അല്ലാഹു ആ മക്കളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെല്ലാം അല്ലാഹു സാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിളീങ്ങളിലും ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ആദ്യം തന്നെ കൊടുക്കേണ്ടതും പരിശുദ്ധ പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. ഒരു കുട്ടി വകതിരിവ് എത്തിക്കഴിയുമ്പോൾ ആദ്യമായിട്ട് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? ഫത്ഹുൽ മഈൻ എന്ന് മറിച്ചു നോക്കണം. കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്, ഷാഫി മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, മാതാപിതാക്കളുടെ മേൽ നിർബന്ധമായ കടമ എന്ന് പറയുന്നത് മക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കലാണ്. അതിനാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ പരിശുദ്ധ പ്രവാചകരെ കുറിച്ചുള്ളതാകുന്ന സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്, ചെറിയ മക്കളെ കൊണ്ട് പ്രസംഗം പഠിപ്പിക്കപ്പെടുന്നത്, നബിതങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്, അത് മക്കളെ ഏറ്റു പഠിക്കുന്നത്, അത് സമൂഹത്തിന്റെ മുന്നിൽ അവർ പറയുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, അവർ പ്രവാചകരെ മദ്ഹ് ചെയ്തുകൊണ്ട് ഹൃദയത്തിലേക്ക് പ്രവാചക പ്രേമം അവർ ഇട്ടുകൊടുക്കുകയാണ്. അല്ലിമു ഔലാദക്കും മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് പരിശുദ്ധ പ്രവാചകരോടുള്ള മഹബ്ബത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്ക് അത് ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഒരു വേള ചിന്തിക്കും.
നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവുണ്ടോ? ഒന്ന് ചിന്തിക്കണേ, ഒന്ന് ചിന്തിക്കണേ. തമീമ ഗോത്രത്തിലേക്കുള്ളതാകുന്ന ഒരു തലവനെ അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ളാഹ് ഒരു പറ്റം സ്വഹാബത്തുമായി ചർച്ച ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ സ്വഹാബത്തിൽ ചിലരുടെ ശബ്ദമൊന്നു കൂടിപ്പോയി. സുബ്ഹാനല്ലാഹ്, നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. തമീം എന്ന് പറയുന്ന പ്രസിദ്ധമാക്കപ്പെട്ട ഒരു ഗോത്രത്തിലേക്കുള്ള തലവനെ അന്വേഷിക്കുകയാണ്. ആരാകും തലവൻ? ആരെയാക്കണം റഈസ്? ആരെയാകണം തലവനായി നിശ്ചയിക്കേണ്ടത്? റസൂലുള്ളാഹിയുടെ മധ്യസ്ഥതയിൽ യോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളടക്കമുള്ളതാകുന്ന സച്ചരിതരാകുന്ന സ്വഹാബത്തിന്റെ നീണ്ട നിരക്കിടയിൽ ആരുടെയൊക്കെയോ ശബ്ദമൊന്ന് അല്പമൊന്ന് ഉയർന്നു പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ അല്പമൊന്ന് ഉയർന്നു പോയപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആയത്ത് ഓതി കൊടുക്കുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുഅ്മിനത്തേ, അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടം വെച്ചത് നമ്മളെക്കാൾ കൂടുതൽ അല്ലാഹുവാണെന്നറിയണേ. കാരണം ഹബീബായ നബി തങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ഒരു വിഷമം കടന്നു വന്നാൽ, പ്രവാചകന്റെ ഹൃദയത്തിൽ ഒരു നോവ് കടന്നു വന്നാൽ അത് അല്ലാഹുവിനെ സഹിക്കില്ല. ഖുർആനിൽ എത്രയോ ആയത്തുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കിക്കൊണ്ട് സാന്ത്വനത്തിന്റെ വചനം അല്ലാഹു ഓതുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. പരിശുദ്ധമായ ഖുർആനിക വചനം ഇറങ്ങിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പാകെ ഓതുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിയത് അല്ലാഹുവിന്റെ റസൂൽ ആ സദസ്സ് മുമ്പാകെ ഓതി കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇനി കാലാകാലം കടന്നു വരുന്നതാകുന്ന മുഅ്മിനീങ്ങളോടുള്ളതാകുന്ന ബാധ്യതയാണ്, കടപ്പാടാണ്, കടമയാണ്, കർത്തവ്യമാണ്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം ഒരിക്കലും ഉയരാൻ പാടില്ല. ഫൗഖ സൗത്തിൻ നബി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എന്തേ കാരണമെന്നറിയുമോ? നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നാൽ അറിവില്ലാത്തതിന്റെ പേരിൽ കജഹിരി ബഅലികും ലിബഅലിൽ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് സാധാരണ രീതിയിൽ സംഭാഷണം
നടത്തുന്നത് പോലെ, സാധാരണ മീറ്റിംഗ് കൂടുന്നത് പോലെ ഹബീബായ നബി തങ്ങൾ ഇരിക്കുന്നതാകുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ശബ്ദമുയർത്തരുതേ, ശബ്ദമുയർത്തരുതേ. ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എന്തേ കാരണം? അന്തഹ്ബത്തു, നിങ്ങളിതാ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം അമലുകളുണ്ടോ, പരിശുദ്ധമാകുന്ന മക്കയിൽ പോയി പരിശുദ്ധ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതാകുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾ കഅബയെ തവാഫ് ചെയ്തത്, നിങ്ങൾ മുസ്ദലിഫയിലും മിനയിലും രാപാർത്തത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ കഅബയിൽ പോയിക്കൊണ്ട് തവാഫ് ചെയ്തത്, സഫാ മറുപടിയിൽ സഅയ് ചെയ്തത്, നിങ്ങൾ നമസ്കരിച്ചത്, നിങ്ങൾ നോമ്പ് പിടിച്ചത്, നിങ്ങൾ സകാത്ത് കൊടുത്തത്, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കണ്ണീരൊപ്പിയത്, നിങ്ങൾ നിരാലംബർക്ക് അവലംബമായത്, നിങ്ങൾ നിരാശ്രയർക്ക് ആശ്രയതരായത്, നിങ്ങൾ കോടാനു 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 കോടി സമ്പത്ത് കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് കൊടുത്തത്, എത്ര വലിയ സദഖ ചെയ്തവനായിരുന്നാലും, എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയച്ചവനായിരുന്നാലും, ഭീമാപള്ളിയുടെ പരിസരത്തുള്ള എത്ര പാവങ്ങൾക്ക് ഉടുതുണിയില്ലാതെ കഴിയുന്നവർക്ക് മറുതുണി കൊടുത്തവനായിരുന്നാലും, എത്രയെത്ര വിഷമിക്കുന്നവർക്ക്, പട്ടിണി പടക്കുന്നവർക്ക് അവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള സാമ്പത്തികമാകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുത്തവനായിരുന്നാലും, നിങ്ങളുടെ അമലുകൾ മുഴുവനും പൊളിയുമേ, പൊളിഞ്ഞു പോകുമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിങ്ങളൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചാലെന്ന് വിശുദ്ധ ഖുർആൻ. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹിയെ അടിച്ചിട്ടില്ല, റസൂലുള്ളാഹിയെ ശകാരിച്ചിട്ടില്ല, റസൂലുള്ളാഹിയെ ചീത്ത വിളിച്ചിട്ടില്ല, റസൂലുള്ളാഹിയാകുന്ന പോയ വഴിയിൽ കല്ല് മുള്ളുകൾ ഇട്ടിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിൻ്റെതാകുന്ന പല്ല് പൊട്ടിക്കാൻ വേണ്ടി നിലകൊണ്ടിട്ടില്ല, ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടം പൊട്ടിക്കുകയോ അവിടുത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹിയോടൊപ്പം ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരൽപ്പം ശബ്ദമൊന്ന് റസൂലുള്ളാഹിയേക്കാൾ, ആ ടീമിന്റെ ക്യാപ്റ്റനേക്കാൾ ഒരൽപ്പം ഒന്ന് ഉയർത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകർക്ക് ആത്മീയത പഠിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓൺലൈനിലൂടെ എന്നെ ശ്രവിക്കുന്ന റുഹേ ബയാനിലുള്ള പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ വ്യക്തിത്വമല്ല, ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഹബീബുനാ റസൂലുള്ളാഹി വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയുകയില്ല, നിങ്ങളുടെ അമല് പൊളിയുന്നത് നിങ്ങൾ അറിയുക പോലുമില്ല. നിങ്ങളുടെ നമസ്കാരം ഈ പാതിരാത്രി സമയത്ത്, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ഭീമാ പള്ളിയുടെ അകത്തളത്തിൽ വന്നുകൊണ്ടാകട്ടെ, വീടിൻ്റെ അകത്തളങ്ങളിൽ ഉദൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകട്ടെ, ഇഖ്ലാസിന്റെ നിറകുടമായി ഭാര്യയെ കാണിക്കാനല്ല, മക്കളെ സമ്മതിപ്പിക്കാനല്ല, ഞാനൊരു വിലായത്തിന്റെ മർത്തബയിലേക്ക് പോകുകയാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാനൊന്നുമല്ല, ഇഖ്ലാസ് കൊണ്ട് ചെയ്തു പോയതാണ് എങ്കിൽ പോലും ആ അമല് വരെ പൊളിഞ്ഞു പോകുമേ. നിങ്ങൾ അറിയില്ല റസൂലുള്ളാഹി ആരാണ്. ഈ മുത്തിനിന്റെ മുന്നിൽ ഒരിക്കലും മോശമായി സംസാരിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി ഈ ആയത്ത് അങ്ങ് ഓതിയപ്പോ ഫഖറജ സൗബാനു ഖായിഫൻ വജ്ലാ,
പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരാ. വാപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മോശമായി സംസാരിക്കുന്ന മക്കളെ, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ ഏതാണ്, മക്കൾ ഏതാണ്, കുടുംബം ഏതാണ്, ഭാര്യ ഏതാണ്, ഭർത്താവ് ഏതാണെന്ന് തിരിച്ചറിയാത്ത നിലയ്ക്ക് മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതാകുന്ന ആധുനിക മക്കളെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിൻ്റെതാകുന്ന ഈ ആയത്തങ്ങ് കേട്ടപ്പോ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു ഫഖറജ സൗബാൻ ഖായിഫൻ വജിലാ, പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്, തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ടവർ പോകുന്ന വഴിയിൽ അദിയ ഇബ്നു ഹാത്തിം, തന്റെ കൂട്ടുകാരനാകുന്ന അദിയ ഇബ്നു ഹാത്തിമിനെ കാണുകയാണ്. അദിയ ഇബ്നു ഹാത്തിം ചോദിക്കുകയാണ്, എന്തേ നീ എവിടേക്കാണ് ഓടുന്നത്, നീ എവിടേക്കാണ് ഓടുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര ധൃതി കാണിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഓടാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ടതാകുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നീ സയ്യിത്തുൻ, ഞാൻ അല്പം ശബ്ദമുള്ള വ്യക്തിത്വമാണ്, എനിക്കല്പം ശബ്ദമുണ്ട്, അഥവാ ശബ്ദം പൊതുവെ എൻ്റെ പ്രകൃതമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നല്ല ബാസാണ് എൻ്റെ ശബ്ദത്തിന്. അന സയ്യിത്തുൻ, ഞാൻ അല്പം ശബ്ദമുള്ള വ്യക്തിയാണ്. അതഖവഫു അന്ന ഹാദിഹിൽ ആയതു നസലത് ഫിയാ, ഞാൻ വല്ലാതെ പേടിക്കുകയാണ്, ഈ ആയത്ത് എൻ്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് ഞാൻ പേടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാനാണ് ഉറക്കെ സംസാരിച്ചത് എന്ന് തോന്നിപ്പോകുന്നു, എൻ്റെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത് എന്ന് ഞാൻ വല്ലാതെ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഓടുകയാ. നേരെ ചെല്ലുന്നത് തന്റെ വീട്ടിലേക്കാണ്. ഭാര്യയെ വിളിക്കുകയാണ്, യാ ഉമ്മ ജമീല, അല്ലയോ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്. ഇദാ ദഖൽതു ഫുർസ ബൈതി, നമ്മുടെ കുതിരയുടെ ആലയത്തിലേക്ക് ഞാൻ കടന്നു ചെന്നാൽ, ഞാൻ കുതിരയുടെ ആലയത്തിൽ കുതിരയെ കെട്ടിയിടുന്നതാകുന്ന അതിൻ്റെ ആലയ്ക്കുള്ളിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ്. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്, ചെറുതല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭീകരമായ പ്രശ്നം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന വേളയിൽ ആരൊക്കെയോ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴതാ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിക ആയത്തുമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ജീവിതത്തിൽ ചെയ്ത സർവ്വ അമലുകളും പൊളിഞ്ഞു പോകുമേ എന്നാണ് ഖുർആനിക വചനം വന്നിട്ടുള്ളത്. ഞാൻ വല്ലാതെ ഭയക്കുകയാണ്. അന്ന ഹാദിൽ ആയതു നസലത് ഫിയാ, ആ ആയത്ത് ഇറങ്ങിയത് എൻ്റെ വിഷയത്തിലാണ്, ഞാൻ പേടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറയുകയാണ്, യാ ഉമ്മ ജമീല, ഇദാ ദഖൽതു ഫുർസ ബൈതി, ഈ കുതിരയുടെ ആലയത്തിനുള്ളിലേക്ക് ഞാൻ കടന്നാൽ ആ കുതിരയോടൊപ്പം വസിക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂട്ടിനുള്ളിലേക്ക് കടന്നാൽ ഫശദ്ദി അലൽ ലബ്ബതി ബിമിസ്മാർ, അതിൻ്റെ താടിലേക്ക് നീ ഒരാണി കൊണ്ട് അടിക്കണേ. ഇനി എനിക്ക് പുറത്തേക്ക് വരേണ്ടതില്ല. അതിൻ്റെ കവാടത്തിന്മേൽ, അതിൻ്റെ പൂട്ടിന്മേൽ ഒരാണി കൊണ്ട് നീ അടിച്ച് തറപ്പിച്ച് വെക്കണേ. ഫശദ്ദി അലൽ ലബ്ബതി ബിമിസ്മാർ. ബഹുമാനപ്പെട്ടതാകുന്ന ഉമ്മു ജമീല എന്ന ഭാര്യയോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അതിനുള്ളിലേക്ക് കടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ആയത്തോതുന്നത്, ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ചില ആളുകൾ അവരുടെ ഹൃദയത്തെ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യുകയാണ്. എത്രത്തോളം ഭയഭക്തിയുണ്ട്, എത്രത്തോളം തഖ്വയുണ്ട്. തഖ്വയുടെ മാനദണ്ഡം
പഠിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ. വചനം തഖ്വയുടെ മാനദണ്ഡം, സൂക്ഷ്മതയുടെ, അള്ളാഹുവിന്റെ അംഗീകാരത്തിന്റെ, ഇംതിസാലുൽ അവാമിറിന്റെ, വജ്തിനാബുൻ നവാഹിയുടെ, നന്മ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ, തിന്മ മുഴുവനും വിഭാടനം ചെയ്യുന്നതിന്റെ അടിസ്ഥാനമെന്തെന്നറിയുമോ? അത് റസൂലുള്ളാഹിയുടെ മുന്നിൽ സംസാരിക്കാതിരിക്കുക, അഥവാ മോശമായ വർത്തമാനം പറയാതിരിക്കുക, നബി പറഞ്ഞതിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരു വർത്തമാനം ശബ്ദിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. തീർച്ചയായും അള്ളാഹു അങ്ങനെ ശബ്ദമുയർത്തിക്കൊണ്ടറിയാതെ സംസാരിച്ചു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അവർ അള്ളാഹുവിനോട് തൗബ ചെയ്യൻ, അള്ളാഹു പുറത്തു തരും. കാരണം അറിയാതെ ഉണ്ടായത് ആയിരിക്കുമല്ലോ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് അന്വേഷിച്ചു, സൗബാൻ എവിടെയാണ് പോയത്? പറയപ്പെട്ടു, സൗബാൻ ഇങ്ങനെ കുതിരയുടെ ആലയത്തിൽ കയറിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ വിട്ടു, സൗബാനെ വിളിക്കാൻ പറഞ്ഞു. സൗബാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം അല്ല ശബ്ദമുയർത്തി സംസാരിച്ചിരിക്കുന്നത്, വേറൊരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദരവും ബഹുമാനവും കൊണ്ട് ഞാനാണോ എന്ന് ഭയക്കാൻ. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ നല്ല ബാസ് കൂടിയ ആളുകൾ, സംസാരിക്കുമ്പോൾ ഇവിടെ വന്നവരും വിളിക്കുന്നവരുണ്ടാവും അല്ലേ, കവലയിൽ നിന്നിട്ട് അവരെ ഏൽപ്പിച്ചാൽ മതി മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ, നല്ല ഒച്ചയായിരിക്കും. അങ്ങനെ എല്ലാ മഹല്ലത്തിലും ഉണ്ടാവും ഒരാൾ, ചിലപ്പോൾ ഒന്നിലധികം ആളുകളുണ്ടാവും. അതുപോലൊരു ശബ്ദമുള്ളൊരു പ്രകൃതമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭയപ്പെട്ടു, ഞാനാണോ എന്ന് ഭയപ്പെടുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സൗബാനെ നീയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വിറങ്ങലിച്ചുകൊണ്ട് കടന്നു വന്നതാകുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൗബാനെ നീയല്ല കേട്ടോ, വിഷമിക്കണ്ട സൗബാനെ. നിന്ന് വിറയ്ക്കുന്ന സൗബാനിനെ സന്തനത്തിൻ്റെതാകുന്ന സ്പർശം റസൂലുള്ളാഹി നൽകുകയാണ്. റസൂലുള്ളാഹി പറയാൻ, അമാ തർലാ അൻ തകൂന ഹമീദാ വതഖതുല ശഹീദാ വതദ്ഖുലൽ ജന്ന. അല്ലയോ സൗബാനേ, നിനക്ക് സന്തോഷമില്ലേ? അമാ തർലാ, നീ സംതൃപ്തിപ്പെടുന്നില്ലേ? അന്തകൂന ഹമീദൻ, നീ സ്തുതിക്കപ്പെടുന്നതാകുന്നതിനെ, വതഖതുല ശഹീദൻ, നീ അടുത്തൊരു യുദ്ധത്തിൽ മരണപ്പെട്ടു പോകും. ഷഹീദിന്റെ സമുന്നതമായ പദവിയിലേക്ക് അലങ്കരിക്കപ്പെടും. അതിലൂടെ തന്നെ നിന്നെ സമൂഹം വല്ലാതെ ബഹുമാനിക്കും, ആദരിക്കും, നിനക്ക് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കും. നിന്റെ പേര് കേൾക്കുമ്പോൾ, സൗബാൻ എന്ന പേര് കേൾക്കുമ്പോൾ വിശ്വാസികളുടെ നാവിലൂടെ കടന്നു വരും റളിയല്ലാഹു അൻഹു. ആ രീതിയിൽ നിനക്ക് അല്ലാഹു ബഹുമാനം തരുന്നതിന് നീ ഇഷ്ടപ്പെടുന്നില്ലേ സൗബാനെ? തീർത്തും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വതദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് നീ ഇഷ്ടപ്പെടുന്നില്ലേ സൗബാനെ? മാഷാ അല്ലാഹ്, നീ അല്ലാഹുവിന്റെ സംതൃപ്തി വാങ്ങുന്നു, സ്തുതിക്കപ്പെടുന്നവനാകുന്നു. യുദ്ധത്തിൽ ഷഹീദാകുന്നതിനെയും മാത്രമല്ല വതദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുന്നതിനെയും നീ ഇഷ്ടപ്പെടുന്നില്ലേ സൗബാനെ എന്ന്. ഇത് മൂന്നും ഉണ്ടായി എന്നാണ് ചരിത്രം. യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു. നബി തങ്ങൾ നേരത്തെ കാലക്കൂട്ടി പറയാൻ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കാരണമായി ലോകമെമ്പാടും ഇപ്പോഴുള്ള മുസ്ലിമീങ്ങളിൽ വരാനിരിക്കുന്ന ആകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാരും ആ പേര് കേൾക്കുമ്പോൾ തർളിയത്ത് ചൊല്ലും. റളിയല്ലാഹു അൻഹു, സൗബാൻ എന്ന് കേൾക്കുമ്പോൾ നാവിൽ നിന്ന് വരും, അത് ഹൃദയത്തിൽ നിന്നുള്ളൊരു വരവാണ്. റളിയല്ലാഹു അൻഹു, അത് അല്ലാഹുവിന്റെ റസൂൽ ഓഫർ കൊടുത്തതാണ്. വതദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കും. എന്താ ഇത് കിട്ടാനുള്ള കാരണം? എന്താണ്? മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ മോശമായി സംസാരിച്ചിട്ടുണ്ടോ, അറിയാതെ ഒച്ച വെച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന ഭയപ്പാടിൽ ഓടിപ്പോവാൻ ചിന്തിക്കണം.